ഹായ് ഫ്രണ്ട്സ്. അപ്പം ഇന്ന് രാവിലെ ഞാനും കണ്ണഞ്ചേട്ടനും കൂടി ഒന്ന് അമ്പലത്തിൽ പോവാം. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗെറ്റ് റെഡി വിത്നെയാണ് ഇവിടെ നടക്കുന്നത്. കാണാം. കഞ്ചേട്ടാ റെഡി ആയി കഴിഞ്ഞോ? കഴിഞ്ഞ് ഞാൻ ഇന്നലെ രാത്രി തന്നെ കുറച്ച് മുല്ലമുട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ കോർത്തു. അപ്പോൾ രാവിലെ ഇതേണ്ട വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളതാണ്, നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്നെങ്കിലോ അല്ലെങ്കിൽ കല്യാണത്തിന് പോകണമെങ്കിലോ ഉറപ്പായിട്ടും കുറച്ച് മുല്ലപ്പൂ വെക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ പെൺപിള്ളേർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന്. കുറച്ച് മുല്ലപ്പൂ വേണമല്ലോ. അത് രാവിലെ വിളക്ക് കത്തിച്ചു. രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ വിളക്ക് കത്തിച്ചിട്ട് അതിനുശേഷം കഞ്ചേട്ടൻ ദേ ബുള്ളറ്റ് അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇത് ബുള്ളറ്റ് ഞങ്ങളുടെ അല്ല, മനുവൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വണ്ടി തന്നു. അപ്പോൾ ഞങ്ങൾ കുരിശടി എത്തിയപ്പോഴേക്കും അവിടെ മെഴുകുതിരി കത്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ. രാവിലെ ഇറങ്ങുന്ന സമയത്ത് തന്നെ കുരിശടിയിലും മെഴുകുതിരി കത്തിച്ച് കണ്ടപ്പോഴേക്കും കൊട്ടാരക്കര വഴിയാണേ വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും കൊട്ടാരക്കര അമ്പലത്തിലൂടെ കയറിയിട്ട് പോകാമെന്ന് കരുതി. നല്ല രസം ഉണ്ടായിരുന്നു. 6 മണി സമയം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ എല്ലാ ലൈറ്റും എല്ലാം കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ വിഷുവിന് ആവശ്യമായിട്ടുള്ള കൃഷ്ണനും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. റോഡിൽ ഫുള്ള് വിഷുവിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളിത് അങ്ങനെ ജിയോയുടെ പമ്പിലെത്തി. പമ്പിൽ നിന്ന് എണ്ണ അടിച്ചു. തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചു. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കല്ലേലി അമ്പലത്തിലാണേ. അതെന്ന് വെച്ചാൽ അമ്മയും ചേച്ചിയും മുന്നേ പോയിട്ടുണ്ട്. അപ്പം അവർ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന വഴി. പിന്നെ ഗൂഗിൾ മാപ്പ് കൂടെ നോക്കിയിട്ടാണ് വന്നത്. ഏകദേശം ദേണ്ട എത്താറായി. അപ്പോൾ എത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് 2 അമ്പലങ്ങളും കൂടി ഉണ്ട്. വനമേഖലയിലുള്ള അമ്പലമാണ് ഇത്. ഇവിടെ ആരാധിക്കുന്നത് ശിവഭഗവാനെയാണ്. എനിക്ക് ഈ അമ്പലം കണ്ടപ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല തുറന്ന സ്പേസിലുള്ള ഒരു അമ്പലമായിരുന്നു. അത് മാത്രമല്ല ഇവിടുത്തെ തിരുമേനി നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് വന്നതെന്ന് പറഞ്ഞതും ഈ അമ്പലത്തെക്കുറിച്ചും ഇവിടുത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. സാധാരണ ഇവിടെ 5 മണിയാകുമ്പം തുറക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ നാളുകൊണ്ട് ഇവിടെ ആനയുടെ ശല്യം ഉണ്ടായതുകൊണ്ട് ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേക്കേ തുറക്കാറുള്ളതെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ. അത് മാത്രമല്ല ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് എന്തോ ഒരു പോസിറ്റീവ് എനർജി ആട്ടോ കിട്ടുന്നത്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ അതിന് ശേഷം നമ്മളിതേ പ്രസാദമൊക്കെ മേടിച്ചു. അപ്പോൾ തിരുമേനി പറയുന്നുണ്ടായിരുന്നു ഇനി ഇവിടെ ഒരു ബോർഡ് പോലെ എന്തെങ്കിലും വെക്കണം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചിലക്കുഴി ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ അവിടെ തൊഴുത് ഇറങ്ങിയതിന് ശേഷം കഞ്ചേട്ടൻ ദേ വന്നു. ശരി, അമ്പലത്തിൽ നമ്മൾ തൊഴുത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ അടുത്ത ഒരു അമ്പലം. അത് ശിവ ചാമുണ്ടേശ്വരി ക്ഷേത്രം എന്നാണ് കേട്ടോ.